17 വർഷത്തിന് ശേഷം ടോട്ടനം ഇതാ ഒരു മേജർ ട്രോഫിന് മുത്തമിട്ടിരിക്കുകയാണ്. ഇന്നലെ യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 1-0 തോൽപ്പിച്ചുകൊണ്ടാണ് അവരുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് അവർ ഒരു മേജർ ട്രോഫി നേടുന്നത്. അവസാനം അവർ ഒരു ട്രോഫി നേടുന്ന വെച്ചാൽ 2008 കരാബാവോ കപ്പാണ് അവസാനമായിട്ട് അവർ നേടുന്നത്. യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ 1984 ഇതേപോലെ ഒരു യൂറോപ്പ ലീഗ് അന്ന് അവർ നേടുന്നത്. അതിനുശേഷം 41 വർഷത്തിന് ശേഷമാണ് യൂറോപ്പിൽ അവർ വീണ്ടും ഒരു കപ്പിൽ മുത്തമിടുന്നത്. ടോട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതേപോലെ ഒരു പഴിക്കേട്ട ഇംഗ്ലണ്ടിലെ ടോപ്പ് 6 ബിഗ് ക്ലബ്ബുകളിൽ പേര് വരുന്ന ഒരു ക്ലബ്ബാണ് ടോട്ടനം. പക്ഷേ ഇതേപോലെ ഒരു പഴിക്കേട്ട ഒരു ക്ലബ്ബ് വേറെയില്ല. അവസാനം കിട്ടിയൊരു ട്രോഫി എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ചെറിയൊരു ടൂർണമെന്റ് ഔഡി കപ്പ് എന്നൊരു കപ്പ് മാത്രമാണ് അവർ കിട്ടിയത്. അതൊരു പരിഹാസപരമായിട്ടാണ് എതിർ ടീമുകൾ വരെ വിശേഷിപ്പിച്ചിരുന്നത്. കാരണം സെൽഫ് കാലയാണ്. ഔഡി കപ്പ് എന്ന ഒരു പോസ്റ്റർ വെച്ചുള്ള ഒരു പരിഹാസപരമായ ട്രോളുകൾ വരെ ഏറ്റുവാങ്ങിയ ഒരു ക്ലബ്ബാണ്. അവിടെ നിന്നാണ് അവിടെ ഒരു കാത്തിരിപ്പിനൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് ഇത് അവസാനമായ ഒരു മേജർ ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നത്. പറയുകയാണെങ്കിൽ പോസ്റ്റെക്കോഗ്ലു സീസണിൽ 2ാമത്തെ സീസൺ അദ്ദേഹത്തിന്റെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫസ്റ്റ് സീസണിനെക്കാട്ടി എനിക്ക് 2ാമത്തെ സീസണിൽ ഞാൻ ഏതെങ്കിലും ഒരു ട്രോഫി നേടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ സാധൂകരിക്കുന്ന രീതിക്കാണ് ഇന്നിപ്പോൾ ഇത് അവസാനം അവർ ട്രോഫി നേടുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഫുട്ബോൾ എല്ലാ ന്യൂട്രൽ ഫാൻസുകൾ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫാൻസ് മാത്രമാണ് യുണൈറ്റഡിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ബാക്കി എല്ലാ ഫുട്ബോൾ ഫാൻസുകാരും ആഗ്രഹിച്ചിരുന്നത് ടോട്ടനം നേടണമെന്നാണ്. അതുപോലെ ടോട്ടനം കപ്പ് നേടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സോൺ 10 വർഷം ടോട്ടന് വേണ്ടി കളിക്കുന്നുണ്ട്. ടോട്ടനത്തിന്റെ ഒരു ലെജൻഡ് കൂടിയാണ്. പക്ഷെ അദ്ദേഹം ഇന്നലെ ആ കപ്പ് ഉയർത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ടോട്ടനമെന്റിന്റെ ഒരു ലെജൻഡ് ആണെന്ന്. തീർച്ചയായും ഫുട്ബോൾ കണ്ടവർ വരെ ആനന്ദ കണ്ണീർ അണിഞ്ഞ ഒരു രംഗമായിരുന്നു അത്. ടോട്ടന്റെ ഇത് കാര്യം പറയുകയാണെങ്കിൽ ഈ സീസൺ നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ 17ാം സ്ഥാനത്തുള്ള ടീമാണ്. റെലിഗേഷനിലെ സേഫ് സോണിൽ നിൽക്കുന്ന ഒരു ടീമാണ്. 16ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, 17ാം സ്ഥാനത്താണ് ടോട്ടനം. അപ്പൊ അവർ തമ്മിലാണ് യൂറോപ്പിൽ ഫൈനലിൽ കളിക്കുന്നത്. ടോട്ടനം ആണെങ്കിൽ ഈ സീസൺ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 63 ഗോളുകൾ പ്രീമിയർ ലീഗിൽ നേടിയിട്ടുണ്ട്. പക്ഷെ 61 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. അത്ര ഡിഫൻസ് ഉള്ള ഒരു ടീമല്ല ടോട്ടനം. പക്ഷെ പോസ്റ്റെക്കോഗ്ലുവിന്റെ ഒരു സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ശൈലിയാണ്. പക്ഷെ അവിടെ നിന്ന് വേറിട്ട് ഒരു വ്യത്യസ്തമായ ഒരു ഫുട്ബോൾ ശൈലിയാണ് ഇന്നലെ ലാസ്റ്റ് ടോട്ടനം കളിച്ചിരുന്നത്. കാരണം അവർ 1-0 എന്ന ലീഡിന് ശേഷം 11 പേരുമായി ഡിഫെൻഡ് ചെയ്താണ് അവർ കളിച്ചത്. ഇവ നോക്കുകയാണെങ്കിൽ സൺ വരെ ഡിഫെൻഡ് ചെയ്താണ് അവിടെ കളിച്ചത്. ഇന്നലത്തെ ആ വിക്കാരിയുടെ ആ ഒരു 2 സേവുകൾ, അവസാന നിമിഷത്തെ ആ 2 സേവുകൾ ഒരു ദൈവത്തിന്റെ കരങ്ങൾ എന്ന് വേണം പറയാം. ഫുട്ബോളിൽ ദൈവത്തിന്റെ കരങ്ങൾ എന്ന് വേണം വിക്കാരിയുടെ ആ സേവിനെ പറയേണ്ടത്. കാരണം ആ 2 സേവുകൾ, അവസാനത്തെ ആ ഒരു 91ാമത്തെ മിനിറ്റ് ആ ഹെഡറിന്റെ സേവ്, അതുപോലെ തന്നെ ഗർണാച്ച അടിക്കുന്ന ഒരു സേവ്, അതുപോലെ തന്നെ വാൻഡവന്റെ ആ ഒരു ക്ലിയറൻസ്, അതുപോലെ തന്നെ റൊമേരിയുടെ ആ ഒരു ഡിഫെൻഡിൽ ഇന്നലെ അദ്ദേഹം സൂപ്പർ ആയിരുന്നു. ഒരു 2-3 സിറ്റുവേഷനിൽ മഗ്യറുമായി കൊമ്പ് കോർത്തിരുന്നു. പക്ഷെ എങ്കിലും ഡിഫെൻഡ് നോക്കിയിരുന്നെങ്കിൽ ഒരാളെ മാത്രമേ എടുത്ത് പറയാൻ പറ്റും. പക്ഷെ ഇന്നലെ റൊമേറോ ആയിരുന്നു MVP. പക്ഷെ റൊമേരയുടെ കൂടെ പെഡ്രോ പോറോ, വാൻഡവൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള 11 പേരും ഒരുമിച്ച് നിന്നാണ് ഇന്നലത്തെ ആ ഡിഫെൻഡ് ചെയ്ത് വിജയിക്കുന്നത്. പക്ഷെ അത് ഇന്നലത്തെ ആ സ്റ്റാറ്റിക്സ് നോക്കിയാൽ തന്നെ 73% പൊസഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കീപ്പ് ചെയ്ത് 16 ഷോട്ടുകൾ അടിച്ചു, 6 ഓൺ ടാർഗറ്റുകൾ. അതേസമയം മറ്റിടത്ത് നോക്കുകയാണെങ്കിൽ 27% മാത്രമേ പൊസഷനുള്ളൂ, 3 ഷോട്ടുകൾ മാത്രമേ ഉള്ളൂ, ആ ഒറ്റ ഓൺ ടാർഗറ്റുകൾ. ആ ഒരു ഓൺ ടാർഗറ്റിലാണ് ഗോൾ നേടുന്നത്. 42ാമത്തെ മിനിറ്റിലാണെന്ന് തോന്നുന്നു ആ സാറിന്റെ ഒരു നല്ലൊരു പാസ്. പക്ഷെ അവിടെ മഗ്യറിനും ഷോയ്ക്കും വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാമായിരുന്നു. ഒരു സ്ക്രാപ്പി ആയിട്ടുള്ള മൊമെന്റിൽ നിന്നാണ് അവിടെ ജോൺസൺ ആ ഒരു റണ്ണിൽ നിന്ന് ഗോൾ നേടുന്നത്. ആ ഒരു ഒറ്റ ഗോളിനാണ് ടോട്ടനം ഇന്നലെ വിജയിക്കുന്നത്. ഡിഫെൻഡ് ചെയ്തു, എൻ്റെ മോനെ ഒരു രക്ഷയില്ലാതെ ഡിഫെൻഡ് ചെയ്തു. ഇങ്ങനത്തെ രീതിക്ക് ടോട്ടനം ഈ ഒരു സീസൺ ആദ്യമായിട്ടാണ് ഡിഫെൻഡ് ചെയ്തത്. കാരണം ഇത്രമാത്രം ഗോൾ വഴങ്ങിയൊരു ടീം വേറൊരു ഇല്ല. ആ ഒരു അവസാനത്തെ ഇത് നോക്കുകയാണെങ്കിൽ 63 ഗോൾ അടിച്ചു, പക്ഷെ 61 ഗോളുകൾ വഴങ്ങി. പക്ഷെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ടോട്ടനത്തിന്റെ ആ ഒരു മെന്റാലിറ്റി തന്നെ മാറിയിരുന്നു. ആ വികാരിയുടെ ആ സേവുകളും അതുപോലെ തന്നെ ആ വാണ്ടവന്റെ ക്ലിയറൻസും എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നല്ല സൂപ്പറായിട്ട് കളിച്ചു. ഇല്ലെന്ന് പറയുന്നത് നല്ല വൃത്തിയായിട്ട് കളിച്ചു. ഭാഗ്യമല്ല, ഒരു മെന്റാലിറ്റി ഒരു കുറവുണ്ടായിരുന്നു അവരിൽ. കാരണം ആവശ്യമില്ലാതെ ബ്രൂണോ ഫെർണാണ്ടസ് സഹിതം ആവശ്യമില്ലാതെ അടിച്ച് ടോട്ടനത്തിന്റെ ആ പ്ലേയേഴ്സിന്റെ പുറത്ത് തന്നെ ആവശ്യമില്ലാതെ അടിച്ച് കളയുന്നുണ്ട് ബോളുകൾക്ക്. ഒരു മെന്റാലിറ്റിയിൽ കുറവ്. അവസാന നിമിഷം 71ാമത്തെ മിനിറ്റ് മറ്റേ ഗർണാച്ചയും അതുപോലെ തന്നെ സിർക്കസിയും വന്നതിന് ശേഷം ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതേപോലെ ഒന്ന് ഉണർന്നു വന്നിരുന്നു. കാരണം ഫസ്റ്റ് ആ ഒരു 70 മിനിറ്റ് മുമ്പ് വരെയും ആ റൈറ്റ് വിങ്ങിൽ നിന്നാണ് ഒട്ടുമിക്ക അറ്റാക്കുകളും വന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മഗ്യറൊക്കെ അവസാന നിമിഷം സെൻട്രൽ ഫോർവേഡ് ആയിട്ടൊക്കെ കളിച്ചിരുന്നു. ഹോയ്ലൻഡിന്റെ കുറെ ചാൻസ് ഹോയ്ലൻഡ് മിസ് ചെയ്തിരുന്നു.
അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നല്ല വൃത്തിയായിട്ട് കളിച്ചു, ഭാഗ്യം മാത്രമല്ല ഒരു ന്യൂട്രൽ ഫാൻസുകാരുടെ ഒരു പ്രാർത്ഥന കൂടെ ഉണ്ടായിരുന്നു ടോട്ടനം വിജയിക്കണമെന്ന്. കാരണം എല്ലാവരും ആഗ്രഹിച്ചിരുന്നു സോൺ ഇതേപോലെ ഒരു കപ്പ് നേടണമെന്ന്. അതുപോലെ തന്നെ ഇതാ റൊമേരയും അതുപോലെ തന്നെ വിക്കാരിയെയും അതുപോലെ തന്നെ റിച്ചാർഡ്സനും ബെൻഡങ്കറും എല്ലാം അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചുകൊണ്ട് ടോട്ടനമിന് വേണ്ടി അവർ ഒരു കപ്പ് നേടിക്കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഇറങ്ങിയ സ്പെൻസർ അതുപോലെ തന്നെ ഡാൻസ് വരെ ഇന്നലെ സൂപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്തിരുന്നു. കാരണം ഡാൻസൊക്കെ ലാസ്റ്റ് 80ാമത്തെ മിനിറ്റിലാണെന്നാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ആ ഒരു ചാൻസ് വരുന്നുണ്ട് ഡാൻസൊക്കെ സോണിന്റെ ഒരു ലോങ് ബാളെന്ന്, പക്ഷെ ജസ്റ്റ് വൈഡായി പോകുന്നുണ്ട്. പറയാമെങ്കിൽ കളിയുടെ ഇടയ്ക്ക് ഒരു ബിഗ് ചാൻസ് ടോട്ടനമിന് അതിനുശേഷം കിട്ടി. റിച്ചാർഡ്സന്റെ അസിസ്റ്റിൽ സോളങ്കിക്ക് ഒരു ചാൻസ് കിട്ടുന്നു, പക്ഷെ അദ്ദേഹം ഒരല്പം കൂടെ അഡ്വാൻസ് ആവണമായിരുന്നു. അങ്ങനെ എടുത്തു പറയേണ്ട രീതിക്ക് ആ ഒരു മൊമെന്റം മാത്രമേ ടോട്ടനമിന് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഒരു സ്വന്തം ടീം കളിച്ചിട്ട് പോലും ഇത്രമാത്രം ടെൻഷൻ അടിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ അവസാനത്തെ മിനിറ്റിലെ ഡാലോട്ടിന്റെ ക്രോസും അമാദിന്റെ ക്രോസൊക്കെ വരുമ്പോൾ വല്ലാതെ ടെൻഷൻ അടിച്ചു പോയി. കാരണം ടോട്ടനം വിജയിക്കണമെന്ന വല്ലാത്തൊരു ആഗ്രഹം മനസ്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അവസാനത്തെ നിമിഷം ക്രോസുകളൊക്കെ വന്നപ്പോൾ. പക്ഷെ എങ്കിലും സൂപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്തു വിജയിക്കണമെന്ന് ആ ഒരു ട്രോഫി. ഇനി ഒരു ചാൻസ് ഇതേപോലത്തെ ഒരു ചാൻസ് വരില്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കാം ഇതുപോലെ 11 പേരും ഒരുപോലെ നിന്ന് ഡിഫെൻഡ് ചെയ്ത് ഒരുപോലെ വിജയിച്ചു. അങ്ങനെ ഫുട്ബോളും കൂടെ വിജയിച്ചിരിക്കുന്നു. ഫുട്ബോളും കൂടെ 2025 നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ട്രോഫികളിലും പുതിയ അവകാശികളാണ്. 51 വർഷത്തിന് ബോൾഗാന ട്രോഫി നേടുന്നു. 70 വർഷത്തിന് ശേഷം ന്യൂകാസിൽ യുണൈറ്റഡ് അവരുടെ ഒരു മേജർ ട്രോഫി നേടുന്നു. ക്രിസ്റ്റൽ പാലസ് നോക്കുകയാണെങ്കിൽ അവരുടെ ക്ലബ് ഹിസ്റ്ററി തന്നെ അവരുടെ ഒരു മേജർ ട്രോഫി അതും മാഞ്ചസ്റ്റർ സിറ്റിനെ തോൽപ്പിച്ചുകൊണ്ട് നേടുന്നു. ഇനിയിപ്പോൾ ഒരു ട്രോഫിയും കൂടെ വരാനുണ്ട്. PSG അവരുടെ വർഷങ്ങളോടുള്ള കാത്തിരിപ്പാണ് ഒരു യുഎഫ ചാമ്പ്യൻ ലീഗ് എന്ന ഒരു സ്വപ്നം. അപ്പം അവിടെ ഒരു പുതിയൊരു അവകാശം വരട്ടെ. അതുപോലെ ജർമ്മനി നോക്കുകയാണെങ്കിൽ DFB പോക്കൽ കപ്പിൽ സ്റ്റുഗോട്ട് ഇതേപോലത്തെ വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. അതുപോലെ തന്നെ എൽസൈ നോക്കുകയാണെങ്കിൽ 3ാം ഡിവിഷനുള്ള അർമേനിയ ബെൻഡർഫീൽഡ് എന്ന് പറയുന്നത് ഏതോ ഒരു ക്ലബ്ബാണ് അവിടെ ഇതേപോലെ ഫൈനലുള്ളത്. ആ ക്ലബ്ബ് സാബ് എലവൻസിയുടെ ബയൺ ലെവർകൂസൻ തോൽപ്പിച്ചുകൊണ്ടാണ് ഫൈനൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ അവിടെയും ഒരു പുതിയ അവകാശികൾ വരാനുണ്ട്. അപ്പോൾ 2025 നോക്കിയ ഒരു ഫുട്ബോൾ വിജയിച്ചൊരു വർഷമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ 17 വർഷങ്ങളെ കാത്തിരിപ്പിന് ശേഷം പറയാമെങ്കിൽ ടോട്ടനം അവരുടെ കാത്തിരിപ്പിന് വിരാമത്തിനെ കുറിച്ചുകൊണ്ടുള്ള അവരുടെ മേജർ ട്രോഫി നേടിയിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം.